സംസ്ഥാനത്ത് ചൂടേറുന്ന സാഹചര്യത്തിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിലാകുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നതെന്ന് വടകരയിലെ പ്രശസ്ത ഹോസ്പിറ്റലായ ആശാ ഹോസ്പിറ്റലിലെ ഡോക്ടറോട് നമുക്ക് ചോദിച്ചറിയാം. നമുക്ക് എന്തൊക്കെയാണ് സർ പ്രാഥമികമായിട്ട് സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഒരാൾ പാമ്പ് കടിയേറ്റ് വന്നാൽ? ഇപ്പോൾ നമുക്ക് വടകരയിലെ സാഹചര്യങ്ങൾ അറിയാം. വടകര എന്നല്ല, കേരളത്തിലെ സാഹചര്യം ചൂട് കയറുമ്പോൾ ഇപ്പോൾ പാമ്പ് കടി കാര്യം കൂടുന്നുണ്ട്. ഞാൻ ഡോക്ടർ മുഹമ്മദ്, ആശാ ഹോസ്പിറ്റലിലെ ചീഫ് ഓഫ് എമർജൻസി മെഡിസിൻ. അപ്പോൾ നമുക്കിവിടെ ഒരു ഡെയിലി ഒരു ആവറേജ് ആയിട്ട് 4 to 5 കേസ്, അത് പ്രായഭേദമൊന്നും വ്യത്യാസമൊന്നുമില്ല, കുട്ടികളായാലും വലിയവരായാലും മുതിർന്നവരായാലും എല്ലാവരും നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാനിക്കാവാതിരിക്കാനാണ്. സാധാരണ ഒരു പാമ്പ് കടി ഏറ്റാൽ ആൾക്കാർ പെട്ടെന്ന് പാനിക് അല്ലെങ്കിൽ ബേജാറായി അവരെന്ത് ചെയ്യും, അവർ നടത്തം കാര്യങ്ങൾ കൂടും. ഇപ്പം നമ്മളായാലും ഒരു പറമ്പിൽ നിന്ന് ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചിട്ട് പാനിക്കായിട്ട് നമ്മൾ എന്താ ചെയ്യുക, തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ആളെ വിളിക്കാനായിരിക്കും ഓടുക. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പാമ്പ് കടി കയറ്റി കഴിഞ്ഞാൽ ആദ്യം മാക്സിമം മൂവ്മെൻറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ മൂവ്മെൻറ്റ് കൂടുന്തോറും നമ്മളെ സർക്കുലേഷൻ കൂടും, ബ്ലഡ് സർക്കുലേഷൻ. അപ്പോൾ ഈ വിഷമുള്ള പാമ്പാണെങ്കിൽ അത് കൂടുതൽ ശരീരത്തിൽ മറ്റു ഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അത് പടരാനും അല്ലെങ്കിൽ വേഗം ഫ്ലോ കൂടാനുള്ള കാര്യങ്ങൾക്ക് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ഒരു പാമ്പ് കടി ഏറ്റാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് പാനിക് ആവാതെ ഇരിക്കുക. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാണെങ്കിൽ അവരോട് പാനിക് ആവരുത്. പിന്നെ മാക്സിമം അവർ മൂവ്മെൻറ്റ് കുറക്കുക. അപ്പോൾ കാലാണെങ്കിൽ ഭയങ്കര ഞങ്ങൾ എന്തെങ്കിലും നടക്കല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഒരു സ്ഥലത്ത് മാറ്റിയിരുത്തി അവരെത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ രണ്ടാമത് എല്ലാവരും കുറേ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ഇവർ ഈ പാമ്പിനെ തെരഞ്ഞു പോകും. അപ്പോൾ അത് നിർബന്ധം ഇല്ല ആക്ച്വലി. പക്ഷേ പാമ്പിനെ കുറിച്ചിട്ട് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ മാറ്റങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് പ്ലാൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് വരുത്താൻ പറ്റും. പക്ഷേ അതിനായിട്ട് ഒരു കടിച്ച രോഗിനെ അവിടെ ഇരുത്തിയിട്ട് ഇവർ പാമ്പിൻ്റെ പിന്നാലെ പോകുക. അപ്പോൾ അതാണ് നിർബന്ധമല്ല. അവർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഫോട്ടോ പിടിക്കാൻ നല്ലതാണ്, പക്ഷേ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ കളറോ കാര്യങ്ങളോ അതിൻ്റെ തല എങ്ങനെയാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൂടി കുറച്ചുകൂടി എളുപ്പമായിരിക്കും ട്രീറ്റ്മെൻറ്റിന്. പിന്നെ നമ്മൾ കണ്ടുവരുന്ന ഈ കടിച്ച ഭാഗത്ത് എല്ലാവരും ഈ തേനും മഞ്ഞളൊക്കെ വെച്ചിട്ട് തുടക്കുന്നൊരു പരിപാടിയുണ്ട്. ശരിക്കും അതിൻ്റെ ഒരു ആവശ്യം ഇല്ല ആക്ച്വലി. അതൊരു സയൻറ്റിഫിക്കലി ഒരു പ്രൂൺ അല്ല. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ കടിച്ചിന് തൊട്ടമുള്ളായിട്ട് വലിഞ്ഞ് കിട്ടും ഭയങ്കരമായിട്ട്. നമുക്ക് അധികം കേസും അങ്ങനെ കിട്ടുന്നത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്താൻ ഏകദേശം ചിലപ്പോൾ 1 മണിക്കൂർ ആകുമ്പോഴേക്കിന് ഇപ്പോൾ ഉദാഹരണത്തിന് വിരലിൻ്റെ അറ്റത്താണെങ്കിൽ ഈ വിരലിൻ്റെ തൊട്ടമുള്ള ഒരു ടൈറ്റായി കെട്ടി വെക്കും. കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ വിരൽ കറുത്ത് പിന്നെ അത് മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥയിലായിരിക്കും ഇത് വരിക. അപ്പോൾ നമ്മൾ കെട്ടുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ എപ്പോഴും നമ്മൾ കെട്ടുമ്പോൾ എപ്പോഴും ഒരു ചെറിയ വിരൽ അകത്ത് പോകുന്ന രീതിയിൽ വേണം കെട്ടാൻ. കാരണം ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ആ കടിച്ച ഭാഗമാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കാരണം ഈ രക്തക്കോല് പല ടൈപ്പ് ഉണ്ട്, ഡീപ്പും ഉണ്ട് സൂപ്പർഫിഷ്യലും ഉണ്ട്. ഇപ്പോൾ ഈ സൂപ്പർഫിഷ്യൽ സ്ഥാനത്ത് കൂടെയാണ് കൂടുതൽ വിഷം കയറുക. അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ ലൂസാക്കി കെട്ടുക എന്നുള്ള ഉദ്ദേശം. നമ്മളൊരു വിരൽ പോകുന്ന രീതിയിൽ കെട്ടിയാലും മതി. അതാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഈ നമുക്ക് കിട്ടുന്ന രോഗികളെ കണ്ടുവരുന്ന ഒരു പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെല്ലാവരും മനസ്സിൽ സാധാരണ. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലെത്തി നമ്മൾ ചികിത്സിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കാണുന്നതിൻ്റെ ഒരു 90% 90% ആൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇതിൽ നമ്മൾ ഒരു പാമ്പ് കടി കയറ്റി കഴിഞ്ഞാൽ നമ്മൾ പാമ്പിനെ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ 3 ടൈപ്പ് പാമ്പുകളെ ആണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഒരു പാമ്പ് എന്ന് പറഞ്ഞാൽ വിഷമില്ലാത്ത നോൺ വെനമസ്, വിഷം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ പറഞ്ഞാൽ വെനമസ് എന്ന് പറഞ്ഞാൽ വിഷം ഉള്ള പാമ്പ്. ഈ പാമ്പ് 2 രീതിക്ക് വിഷം നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ലക്ഷണങ്ങളായിട്ട് കാണിക്കും. ഒന്ന് രക്തത്തിൽ അലിയുന്ന വിഷങ്ങൾ, അതായത് നമ്മൾ ചെയ്യുന്നതിന് നമുക്കൊരു പ്രോട്ടോക്കോൾ ഉണ്ട്, WHO ഒരു പ്രോട്ടോക്കോൾ. അത് ഇത്ര മണിക്കൂറിൽ കൂടുമ്പോൾ നമ്മൾ ബ്ലഡ് എടുത്തിട്ട് ഒരു ഗ്ലാസ് ട്യൂബിലാക്കിയിട്ട് നമ്മളത് നോക്കും, അത് രക്തം കട്ട പിടിക്കുന്നുണ്ടോ കാര്യങ്ങളുണ്ടോ നോക്കാൻ. ഇതിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന മരുന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുവരെ ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ പ്രത്യേകിച്ച് ഇതിനില്ല. രണ്ടാമത് നമ്മളെ പേശികളെ ബാധിക്കുന്നത്. ഈ പേശികളെ ബാധിക്കാറ് ചിലർ കണ്ണിന് കാഴ്ച മങ്ങുക, ചിലർക്ക് തല കറക്കം അല്ലെങ്കിൽ ഛർദി, തലവേദന, അല്ലെങ്കിൽ പേശികളിൽ നിന്ന് കഴുത്ത് പൊക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പേശികൾ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ വെനം എന്ന് പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഭാഗം ആൾക്കാർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതേ മരുന്നെല്ലാത്തിനും ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറഞ്ഞൊരു മരുന്നാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യും. മൂന്നാമതായിട്ട് ചില പാമ്പുകളിൽ റയറാണ്, പക്ഷേ പാമ്പുകൾ നല്ല ഉഗ്രവിഷമുള്ള പാമ്പുകളാണ്. ഈ കടിച്ച സമയത്ത് തന്നെ ആ കടിച്ച ഭാഗത്ത് കളർ വ്യത്യാസങ്ങൾ, അതേപോലെ വേദന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ലോക്കൽ റിയാക്ഷൻ നമ്മൾ പറയാം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഈ 3 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ നമ്മൾ
മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 24 hours നമ്മൾ ഹോസ്പിറ്റലിൽ ഏറ്റവും, അതായത് നമ്മളൊരു ICUവിന് തുല്യമായ സ്ഥലത്ത് വെച്ച്, കാരണം അവരെല്ലാം ഈ പറഞ്ഞ പർട്ടിക്കുലറായിട്ടൊരു സ്റ്റാഫിനെ ഇട്ടിട്ട് നമ്മൾ ഈ പറയുന്നത്, കാരണം നമുക്ക് ഇപ്പോൾ റൂമിലോ വാർഡിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചില ഒരു റൂമിലും 5 റൂമിന് 6 റൂമിനൊക്കെ ഒരു സ്റ്റാഫേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിന് റിസ്ക് എടുക്കാതെ ഒരു സ്റ്റാഫിനെ പർട്ടിക്കുലറായിട്ട് അവർക്ക് വെച്ച് ഒരു ഡോക്ടർ അവൈലബിലിറ്റി 24 hours ഉള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുള്ളൂ. നമ്മളത് ഘട്ടം ഘട്ടമായിട്ടാണ് ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. ആ പ്രോട്ടോക്കോൾ നോക്കിയിട്ട് ഇതിലെന്തെങ്കിലും ആവശ്യം വന്നാൽ മാത്രമേ നമുക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും. പിന്നെ അധികം ഈ കടിക്കണ സമയത്ത് തന്നെ ഇപ്പോൾ വിഷമുള്ള പാമ്പാണെങ്കിലും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ചില പാമ്പ് നമുക്ക് കണ്ടറിയാം വിഷമുള്ള പാമ്പാണ്, പക്ഷേ കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കാണുന്ന റിയാക്ഷൻസ് പല രീതിക്കായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നല്ല വിഷമുള്ള സമയത്താണ് അവർ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ റിയാക്ഷൻസ് ഷോർട്ട് ടൈമിൽ മനസ്സിലായി തുടങ്ങും. നേരെ മറിച്ച് നമുക്ക് ഒരു ഉദാഹരണത്തിന് ഡ്രൈ ബൈറ്റ് എന്ന് പറയും. ഡ്രൈ ബൈറ്റ് എന്ന് പറഞ്ഞാൽ വിഷമുള്ള പാമ്പ് തന്നെ ചിലപ്പോൾ അവർക്കൊരു ഈ വിഷസഞ്ചി ഫുള്ളായി കഴിഞ്ഞാൽ അവരൊരു വിഷം കളഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ ചവിട്ടിപ്പോയി അവർ കടിക്കും. പക്ഷെ കടിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ വെനമസ് അല്ലെങ്കിൽ വിഷമുള്ള പാമ്പായിരിക്കാം, പക്ഷേ വിഷം അകത്ത് കയറണം എന്നൊരു നിർബന്ധം നമുക്കില്ല. അതേപോലെ വിഷത്തിൻ്റെ അളവ് അനുസരിച്ചിട്ടായിരിക്കും ഓരോർക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. ചിലർക്ക് 10 മണിക്കൂർ, ചിലർക്ക് 12 മണിക്കൂർ, ചിലർക്ക് 18 മണിക്കൂർ, 24 മണിക്കൂറാണ് അതിൻ്റെ ക്രൂഷ്യൽ ടൈം. 24 മണിക്കൂർ കഴിഞ്ഞാൽ സാധ്യത വളരെ 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 കുറവാണ്. അപ്പോൾ നമ്മൾ രോഗികളൊക്കെ നോക്കിയിട്ട് 24 മണിക്കൂർ വെച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇവരെ വിടാൻ നേരത്തെ നമ്മൾ പറയും ഇന്ന ലക്ഷണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവരിക. എന്തൊക്കെ മുൻകരുതലാണ് നമുക്ക് എടുക്കാൻ കഴിയുന്നത് സാർ ഈ സമയത്ത്? ഈ മുൻകരുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നമ്മളൊരു പേഴ്സണൽ ആസ്പെക്ട്, ഒരു വീടിൻ്റെ ചുറ്റുവട്ടമുള്ള പറമ്പുകൾ ക്ലീൻ ആക്കുക, അത് പൊത്തുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പണ്ട് നമുക്കിവിടെ ഇപ്പോൾ ഈ ഒരു സമയം അല്ലാതെ തന്നെ മുന്നേ തന്നെ നമുക്ക് ആശയിലൊക്കെ ഒരു ആവറേജ് 2-3 കേസ് ഒരു ദിവസം വരും. അതൊക്കെ വലിയ ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത്. ഇപ്പോൾ ട്രെൻഡ് മാറി. ഇപ്പോൾ എനിക്ക് കുട്ടികൾ സ്കൂളൊക്കെ പൂട്ടി കളിക്കാൻ ഇറങ്ങുന്ന സമയം പാടത്തും അല്ലെങ്കിൽ പറമ്പിലും അല്ലെങ്കിൽ വീട്ടിലൊക്കെ കളിക്കുന്ന സമയമായിരിക്കും. പിന്നെ ഇപ്പോൾ ചൂട് കാരണമായിരിക്കും ചിലപ്പോൾ പാമ്പുകളൊക്കെ കൂടുതലും മാളത്തിന് പുറത്ത് വരുന്നതും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മാക്സിമം നമ്മളെ സറൗണ്ടിങ്സ്, അതായത് നമ്മൾ കുട്ടികൾ കളിക്കുന്ന സ്ഥലം, നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടായാലും നമ്മളത് ക്ലീൻ ആക്കാൻ നോക്കുക. പൊന്ത കാട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടി വൃത്തിയാക്കുക. രണ്ടാമത് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ ഷൂ കാര്യങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. കാരണം നമ്മൾ അധികം കാലുമയാണ് ഈ ഒരു ബൈറ്റായിട്ട് കാണുന്നത്. അപ്പോൾ ഷൂ കാര്യങ്ങൾ നമുക്ക് നല്ലൊരു ക്യാൻവാസിൻ്റെ ഷൂ ഒക്കെ ആണെങ്കിൽ കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ ഇട്ട് കൊടുക്കുക, ഒരു സേഫർ ആസ്പെക്ട് നൽകുക. പിന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം കളിക്കുന്നതിൻ്റെ ഇടയിൽ പാമ്പ് കടിച്ച കുട്ടികൾ എപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. കാരണം നമുക്ക് അധികം കേസ് കിട്ടാറുണ്ട്. ചിലപ്പോൾ അവർക്കൊരു സംശയം കാരണം അവർ കൊണ്ടുവരും. അവർ രാവിലെ കടിച്ചതായിരിക്കും, വൈകിട്ട് കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംസ്ഥാനത്തിലും അവരുടെ ഉമ്മാരോട് മദേഴ്സിനോട് എന്തെങ്കിലും പറയണ സമയത്ത് ആ കുട്ടി പറയും എനിക്ക് എന്തൊരു വേദന വരുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ 2 ഇങ്ങനെ ബൈറ്റ് മാർക്ക് എന്ന് പറയും. അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര പാരൻസൊക്കെ പാനിക്കായി നമുക്ക് രാത്രി ആകുമ്പോൾ. അപ്പോൾ അത്രയും സമയം നമ്മളത് കഴിഞ്ഞു. അപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. വലിയവർക്കത് പറഞ്ഞ് നമുക്ക് അവർക്ക് കാണാൻ പറ്റും പാമ്പ് കടിയാണെന്ന് പറയാനോ. എന്താ പാമ്പ്, കുട്ടികൾ ചിലപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ചീത്ത കിട്ടുന്നുണ്ടാവും കളിക്കാൻ പോണ സമയത്ത്. അപ്പോൾ ഇവരത് കടിച്ച് എന്തായാലും തീർച്ചയായിട്ടും ഒരു വീട്ടിൽ പറയില്ല. അപ്പോൾ കുട്ടികൾ കളിക്കാൻ പോയി വന്നു കഴിഞ്ഞാൽ അവർ ശരീരമൊക്കെ ഒന്ന് നോക്കുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ മുൻകരുതലെടുക്കാനേ നമുക്ക് ഇപ്പോൾ ഇതിനുള്ളൊരു ഇതുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് അത് ചെയ്യേണ്ടത്. അത് എല്ലാ ആൾക്കാർക്കും ഒരേപോലെ ഒരു അവയർനെസ് നമ്മളും എത്തിച്ചു കൊടുക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി കടിച്ചു കഴിഞ്ഞാൽ ഈ പാനിക്കാവാതെ പാനിക്കാവാതിരിക്കുക, കെട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ. പിന്നെ അതേപോലെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു മാസമായിട്ട് ഒരു ദിവസം 6-7 കേസൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതിലൊരു 40% കുട്ടികളാണ് കൂടുതലും കണ്ടുവരുന്നത്. ഇപ്പം തന്നെ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള 1, 2, 3 കുട്ടികളുണ്ട് ഓൾറെഡി പാമ്പ് കടിയേറ്റിട്ട്. അപ്പോൾ എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കുക, പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക, ശ്രദ്ധിക്കുക. പിന്നെ കുട്ടികളായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചോദിച്ചറിയാം കളിക്കണടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും മുൻകരുതലായിട്ട് എടുക്കുക. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.